നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് സോണി കല്ലറയ്ക്കൽ എന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം സംസാരിക്കും. സോണി, നമസ്കാരം. നമസ്കാരം. സോണി, ഇതിനകത്ത് കേരളം കണ്ടിട്ടുള്ള നല്ല മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ എത്ര പേരെ ഉൾപ്പെടുത്താൻ കഴിയും, അവരെ കുറിച്ചൊന്ന് പറയാം. എന്റെ കാഴ്ചപ്പാടില് കേരളത്തില് നല്ലവരെന്ന് മാത്രമല്ല കരുത്തരും ശക്തരുമായ ഭരണ മികവുള്ള രണ്ട് മുഖ്യമന്ത്രിമാരാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് ഒന്ന് പിണറായി വിജയനും കെ കരുണാകരൻ. ഈ രണ്ടുപേരുമാണ് എന്റെ കാഴ്ചപ്പാടിൽ ഒരു മികച്ച ഭരണാധികാരികൾ എന്ന് പറയാൻ പറ്റും. അച്യുതാനന്ദൻ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അച്യുതാനന്ദൻ സ്വന്തം ഈ പറഞ്ഞ ഇമേജ് വളർത്തിയെടുക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിന് ഫലപൂർത്തിയായിട്ട് നടത്തുക ഇപ്പൊ മൂന്നാർ കുടിയൊഴിപ്പിക്കലൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം മൂന്നാർ ഇപ്പൊ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞ പോയ അച്യുതാനന്ദൻ പിന്നീട് കൂടത്ത് എന്നവരെ പോലും മോശക്കാരാക്കിക്കൊണ്ട് ഒന്നും ആകാതെ തിരിച്ചു വരുന്ന ഒരു കാഴ്ചപ്പാടാണ്. കാരണം അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് CPM തന്നെ എത്രമാത്രം താല്പര്യമെന്ന് അറിയത്തില്ല. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതുകൊണ്ട് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ ചിലപ്പോൾ തീരുമാനങ്ങളെ CPM നേതൃത്വത്തിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം തീരുമാനമാണ് മൂന്നാർ കുടിയൊഴിപ്പിക്കൽ. പിണറായി വിജയൻ, കരുണാകരൻ ഇവരെ എന്തുകൊണ്ടാണ് തോണി നല്ല മുഖ്യമന്ത്രിമാരാണ് എന്ന് പറയുന്നത്? അതായത് ഭരണശേഷി തന്നെ. കാരണം ഇവരുടെ കാലത്ത് ഇവര് അഭിമുഖീകരിക്കാത്ത ഒരു പ്രതിസന്ധിയോ പ്രതിബന്ധങ്ങളോ ആക്ഷേപങ്ങളോ ഇല്ല എന്നുള്ളതാണ് സത്യം. കെ കരുണാകരനും പിണറായി വിജയനും നേരിട്ടുള്ളിടത്തോളം ആക്ഷേപങ്ങൾ. കരുണാകരനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഉദാഹരണം നമ്മൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് വന്നതാണ്. ധാരാളം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കണ്ണൂർ വിമാനത്താവളം, എറണാകുളം ഗോശ്രീ പാലം. ഇപ്പൊ കരുണാകരൻ മരിച്ച ശേഷം കേരളത്തില് ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കരുണാകരന്റെ കയ്യെത്താത്ത ഒരു കാണില്ല. പിന്നെ കരുണാകരൻ എടുക്കുന്ന തീരുമാനങ്ങൾ അതുപോലെ തന്നെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എടുത്ത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞ് നടപ്പാക്കാനുള്ള അവരുടെ കഴിവുകൾ. ഇപ്പം പിണറായി വിജയൻ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യം തീരുമാനം എടുക്കില്ല, എടുക്കുന്ന കാര്യം നടപ്പാക്കും, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അത് പിന്നെ മറ്റൊരു കാര്യം അവർ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും കാണാറുള്ളത് പിണറായി വിജയനും കെ കരുണാകരനും ഒരു സമന്മാരായിട്ടാണ്. പിന്നെ നേരിട്ടുള്ള ആക്ഷേപങ്ങൾ. ഇപ്പൊ തന്നെ പിണറായി വിജയൻ തന്നെ സ്വർണ്ണക്കടത്തുകാരൻ തുടക്കകാലത്ത് സ്പ്രിംഗിൾ വിവാദങ്ങൾ. പക്ഷെ ഒന്നും തെളിയിക്കാൻ ഇവരുടെ പറ്റിയിട്ടില്ല. അപ്പൊ കരുണാകരനും അതുപോലെ തന്നെ ഫ്രഞ്ച് കേസ്, മറിയൻ രഷീദ. അങ്ങനെയാണ് കരുണാകരനെ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കാനായിട്ട് ഇവിടെയുള്ള UDF അണികൾ. അത് പറഞ്ഞു വരുമ്പോഴാണ് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്. കരുണാകരനെതിരെ ഇവിടെ പട നയിച്ചു വരുമ്പോൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരായിരുന്നു, പാർട്ടിക്കുള്ളിലായിരുന്നു. കാരണം കരുണാകരന്റെ ഫ്രഞ്ച് കേസും മറിയൻ രഷീദ വിവാദമൊക്കെ ഉയർത്തിക്കെട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനായിട്ട് UDF-ലെ ഘടകകക്ഷികൾ MP രാഘവന്റെ TMB ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞ് ഹൈക്കമാൻഡിനെ സമീപിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. അത് CMB എന്ന കരുണാകരനോടൊപ്പം തന്നെ മറ്റെല്ലാവരും തന്നെ ജേക്കബ് ഗ്രൂപ്പ് ആയാലും പിള്ള ഗ്രൂപ്പ് ആയാലും പിള്ളയും ജേക്കബും മാണി ഗ്രൂപ്പും എല്ലാം UDF-ലായിരുന്നു. ഇവരെല്ലാം ഒന്നിച്ച് പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പുകാർ ഗ്രൂപ്പ് രഹസ്യമായി ചില ഗ്രൂപ്പുകാർ രഹസ്യമായി ഗ്രൂപ്പുകാർക്ക് പിന്തുണയും കൊടുത്തു. അങ്ങനെയാണ് കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റുന്നത്. ഇതേ ആക്ഷേപങ്ങൾ പിണറായി വിജയനും വരുന്നുണ്ട്. പിണറായി വിജയനെ ആക്ഷേപിച്ചത് മുഴുവൻ കരുണാകരനെ അന്ന് ആക്ഷേപിച്ച കോൺഗ്രസിലെ ആൾക്കാരുടെ നേതൃത്വത്തിലുള്ളവരാണ് ഇന്ന് പ്രതിപക്ഷത്തായിരിക്കുന്നത്. അവരാണെന്ന് പിണറായി വിജയൻ ആക്ഷേപിക്കുന്നത്. പിണറായി വിജയന് പാളയത്തിൽ പടയും. CPM-നകത്ത് പിണറായി വിജയൻ പറയുന്നത് തന്നെയാണ് അവസാന വാക്ക്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ലീഡർഷിപ്പ് പിണറായി വിജയനും ഉണ്ട്, കരുണാകരനും ഉണ്ട്. പിന്നെ ഇവരൊക്കെ ആരൊക്കെ എതിർത്താലും സ്വന്തം പാളയത്തിലാണെങ്കിലും പുറത്തു പാളയത്തിലാണെങ്കിലും പടയെങ്കിലും ഇവരെടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനകത്ത് അവർക്ക് ജാതിയോ മതമോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഒന്നുമില്ല. തീരുമാനങ്ങൾ നല്ലതാണെന്ന് തോന്നിയാൽ അതിനെ എല്ലാവരും ചേർത്ത് നിർത്തി മുന്നോട്ട് പ്രവണതയാണ് പിണറായി വിജയനും കരുണാകരനും കാണാൻ സാധിക്കുക. നിയമസഭയില് മാത്യു കൊഴുനാടനൊക്കെ പിണറായി വിജയനെതിരെ അട്ടഹസിക്കുന്നത് കാണുമ്പോൾ എന്തൊരു യുദ്ധം നടക്കാൻ പോകുന്ന പ്രകൃതിയാണ് നമുക്ക് തോന്നുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് തോന്നുന്നത് തന്നെ പിണറായി വിജയൻ ഇപ്പൊ കെട്ടിപ്പൂട്ടും നമ്മൾ കാണാൻ തോന്നുന്നത്. പക്ഷെ ആ പിണറായി വിജയനാണ് തുടർഭരണത്തിലേക്ക് വന്നത്. പത്രങ്ങളെല്ലാം എഴുതും, നാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, നാളെ വരാൻ പോകുന്നു, കേന്ദ്രത്തിൽ നിന്ന് 9 കേന്ദ്ര സേനകൾ എത്തിയിരിക്കുന്നു, അദ്ദേഹത്തെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പൊ അറസ്റ്റിലാകാൻ പോകുന്നു, മുഖ്യമന്ത്രി ഇത് നാളെ രാജിവെക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 വർഷക്കാലമായി. ഇപ്പം പൊതുജനവും മനസ്സിലാക്കുന്നുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ വെറും പൊള്ളയാണ്. കാരണം പിണറായി വിജയൻ പറയുന്ന പോലെ മടിയിൽ കനയില്ലാത്തവന് ആരെയും പേടിക്കണ്ടെന്ന് പറഞ്ഞ ഉള്ള പോക്ക് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. പിണറായി വിജയന്റെ ഒരു റെക്കോർഡ് തന്നെയാണ് തുടർഭരണം. കഴിഞ്ഞ പ്രാവശ്യം തിളക്കമാർന്ന വിജയത്തിലൂടെ UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാണ് UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ. പലരും മുഖ്യമന്ത്രി കുപ്പായം കഴിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് കരുണാകരന്റെ കാര്യം. ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ ഭരണത്തിലേക്ക് എത്തിച്ചത് കരുണാകരന്റെ മെടുക്കാണ്. അത് കരുണാകരന്റെ റിക്കാർഡിൽ തന്നെ കിടക്കുന്നത്. ഏഴോ MLA-മാരിൽ നിന്നാണ് പുള്ളി ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. UDF എന്ന സംവിധാനത്തെ തന്നെ ഉണ്ടാക്കി കേരളത്തിൽ ഭരണത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇത് കരുണാകരന്റെയും ഒരു പ്രത്യേകതയാണ്. 9 MLA-മാരുമായിട്ട് തുടങ്ങിയതാണ്. 9 അത് തന്നെ ആ MLA-മാരെ UDF എന്ന് പറഞ്ഞ ഇതിനെല്ലാം കൂടെ ഘടകകക്ഷികളെല്ലാം കൂടെ തട്ടിക്കൂട്ടി എടുത്ത് UDF എന്ന സംവിധാനം ഉണ്ടാക്കി ഇന്ന് ഇടതുമുന്നണിക്ക് ബദലാക്കി UDF എന്ന സംവിധാനത്തെ കൊണ്ടുവന്ന് കരുണാകരന്റെ എടുക്കുക തന്നെയാണ്. അത് കരുണാകരന്റെ ചരിത്രത്തിൽ എന്നും ഇടപെടിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് കരുണാകരന്റെ ഏറ്റവും വലിയ മിടുക്ക്. ഇത് തന്നെ പിണറായി വിജയന്റെ. ഇവരൊക്കെ നല്ല ഭരണാധികാരികളാണ്. അതുപോലെ അവർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളമാണെങ്കിലും കോസറി പാലമാണെങ്കിലും ഒക്കെ ആണെങ്കിലും എടുത്തു മറുവശത്ത് അപ്പുറത്തും പിണറായി വിജയൻ പറയാനുണ്ട്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് സ്കൂളുകൾ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഹൈടെക് നിലവാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇന്നാണ്. പഴയ കാലത്ത് പിണറായി വിജയന് മുമ്പത്തെ കാലം നമ്മൾ ആലോചിക്കാം, എത്ര പേര് ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമായിരുന്നു. ഇന്നെങ്ങനെയല്ല, പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് എത്തുന്നു. ഒരു ഹൈടെക് നിലവാരത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുകൾ കേരളത്തിൽ കാണാൻ പറ്റുന്നത് പിണറായി വിജയന്റെ കാലത്താണ്. ഒപ്പം തന്നെ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, ഇങ്ങനെയുള്ള പലതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരായിട്ടാണ് എനിക്ക് പിണറായി വിജയനെ വിലയിരുത്താൻ പറ്റുന്നത്. അതിന് എത്ര എതിർപ്പുണ്ടെങ്കിലും അവരുടെ റോഡുകളുടെ നിലവാരങ്ങൾ, വിദേശ റോഡുകൾക്ക് തുല്യമായ ഒരു സംവിധാനമാണ് കേരളത്തിൽ
അങ്ങോളം ഇങ്ങോളം നോക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളെ കാണാൻ സാധിക്കുക. അതെ, ഇതിനകത്തൊക്കെ നമ്മൾ പൊളിറ്റിക്സ് കാണുമ്പോഴാണ് ഒരു വികസനങ്ങളെ നമ്മൾ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പിണറായി വിജയന്റെ ഈ 10 വർഷ ഭരണകാലത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിനകത്ത് ഒരു രാഷ്ട്രീയം വെച്ചിട്ടല്ല പറയുന്നത്. നമ്മൾ പറയുന്ന രാഷ്ട്രീയങ്ങൾ ഒരു സൈഡ് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഞങ്ങളെ കോൺഗ്രസ്സുകാരാക്കാം, ഒരു സൈഡ് മറ്റൊരു സൈഡ് പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളെ CPM-കാർ ചർച്ചയിൽ ഞങ്ങൾ യാഥാർത്ഥ്യത്തിലൂടെ ആണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് പറയാം. സോണി തുടർന്നുകൊണ്ട് സോണി അതിനകത്ത് ബാക്കി ചർച്ചകളിലേക്കൂടെ വരട്ടെ. അത് തന്നെയാണ് ഇപ്പോൾ കർണാടകന്റെ പിണറായി വിജയന്റെ മോളെയും അതുപോലെ മരുമോനായ മന്ത്രി റിയാസിനെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കർണാടക തന്നെയാണ് കെ മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയൊക്കെ ചേർത്ത് ഇതേ ഒരു അപമാനം സഹിച്ച വ്യക്തിയാണ് കെ കരുണാകരനും. അതിന്റെ ആ വിഷമം അദ്ദേഹത്തെ മരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ആശ്രിത വത്സരം, രണ്ടുപേരും ആശ്രിത വത്സരമാണ്. കാരണം പഴയ CPM ശൈലി മാറി തന്നെ പിണറായി വിജയന്റെ കാലത്തിലേ നമ്മൾ ചിന്തിക്കണം. പഴയ ഇപ്പൊ അച്യുതാനന്ദനാണ് ഇപ്പം ഒരു മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നെങ്കിൽ എത്ര ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഒരിക്കലും അച്യുതാനന്ദൻ യുവനിരയെ വളർത്തിയെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കർണാടക കാര്യം പറഞ്ഞ ആരുടെയൊക്കെ പേര് പറയും. ഇപ്പൊ തന്നെ കർണാടക കാലത്താണ് രമേശ് ചെന്നിത്തല 27ാമത്തെ വയസ്സിലാണ് മന്ത്രിയായിട്ട് വരുന്നത്. രമേശ് ചെന്നിത്തല സ്വന്തം പോലെ കൂടെ നിന്ന ആളെന്നുള്ള നിലയിൽ ഒരു പരിഗണനയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തത്. അതുപോലെ തന്നെ കോട്ടയത്ത് കുറുപ്പിനെതിരെ രമേശ് ചെന്നിത്തലയാണ് മത്സരത്തിൽ രംഗത്തിറക്കി. അതുപോലെ തന്നെ KSU അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കി, അതിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കി രമേശ് ചെന്നിത്തല കൊണ്ടുവന്നതിന് പിന്നിലൊക്കെ കർണാടകന്റെ കരം തന്നെയാണ്. അതുപോലെയാണ് മറുവശത്ത് പിണറായി വിജയൻ നിയമസഭയിൽ ഇത്രയും ചെറുപ്പക്കാർക്ക് എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള അവസരം മന്ത്രിമാരാകാനും സ്പീക്കറാകാനും അവസരം കിട്ടിയ ഒരു കാലം ഈ കാലത്ത് മാത്രമാണ്. ഇപ്പൊ P. ശ്രീരാമകൃഷ്ണൻ തൊട്ട് തുടങ്ങിയാൽ എത്രയോ സീനിയർ നേതാക്കന്മാർ ഇരിക്കുമ്പോഴാണ് ശ്രീരാമകൃഷ്ണനെ പോലുള്ള ഒരു സംസ്ഥാന നിയമസഭയിൽ സ്പീക്കറായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഷംസീർ സ്പീക്കറായിട്ട് വരുന്നു. കൂടാതെ തന്നെ മുഹമ്മദ് റിയാസ് നല്ലൊരു വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ്. മരുമോനാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൽ റിയാസ് കഴിവ് തെളിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് പിണറായി വിജയന്റെ മരുമോനായിട്ട് ഇന്നലെ വന്നത് മുഹമ്മദ് റിയാസ് അല്ല, അദ്ദേഹം DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. കോളേജ് സ്കൂൾ തലം തൊട്ട് അദ്ദേഹം SFIക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നയാളാണ്. അദ്ദേഹം ഒരു മന്ത്രിയാകാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹം തന്റെ കഴിവ് തന്റെ മന്ത്രിയായ ശേഷം തന്റെ കഴിവ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും തന്നെ ചെയ്തു. ഇന്ന് ഏറ്റവും നല്ലൊരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ തന്നെയാണ് മുഹമ്മദ് റിയാസ് ചരിത്രത്തിൽ ഇടം പിടിക്കുക. അത് നമുക്ക് കാണാൻ സാധിക്കും. റോഡുകളുടെ നിലവാരമായാലും ടൂറിസം രംഗത്തെ വികസനം ഒക്കെ ആയാലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ പിണറായി വിജയൻ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നിരയെ വളർത്തിയെടുക്കുന്നതിന് കാണിച്ചൊരു മാതൃകയാണ്. കാര്യമുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ഭരണം മോശമായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ന് അതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തെറിവിളി കേൾക്കേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു മന്ത്രി എന്നുള്ള ഒരു പദവി അല്ലെങ്കിൽ ടൂറിസത്തിന്റെ കാര്യത്തിൽ ഒക്കെ പുള്ളി കാണിക്കുന്ന ഒരു അഗ്രസീവായിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം നമ്മൾ കാണാതെ പോകരുത്. അത് പിണറായി വിജയന്റെ തീരുമാനം തെറ്റായിരുന്നില്ല എന്ന് അദ്ദേഹത്തെ എടുത്തു വെച്ചത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അവിടെ തന്നെ ഉത്തരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല ഭരണം നടത്തിയപ്പോഴോടൊപ്പം തന്നെ ഇത്ര കല്ലേറ് നേടിയ രണ്ട് മുഖ്യമന്ത്രിമാരേ ഉള്ളൂ. അത് കെ കരുണാകരനും പിണറായി വിജയൻ തന്നെയാണ്. കെ കരുണാകരൻ ഇപ്പൊ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ന് കെ കരുണാകരനെ വാഴ്ത്തുന്നവർ ഒരുപാട് പേരാണ്. പക്ഷെ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്ര പേര് വാഴ്ത്തിയിട്ടുണ്ട്. കൂടെ നിന്നവർ പോലും അദ്ദേഹത്തെ തള്ളിപ്പറയാനാണ് ശ്രമിച്ചത്. ഇന്ന് പലപ്പോഴും ഉമ്മൻചാണ്ടിയൊക്കെ പലപ്പോഴും കോൺഗ്രസ്സുകാർ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കാട്ടിൽ അതുകൊണ്ടും വികസനം നടത്തുള്ള കെ കരുണാകരന്റെ കാലത്ത് തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തേക്കാട്ട് ഉപരി യുവനിര വളർന്നു വന്നിട്ടുള്ളതും കെ കരുണാകരന്റെ കാലത്ത് തന്നെയായിരുന്നു. UDF സംവിധാനം വളരെ ശക്തിമത്തായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളതും കെ കരുണാകരന്റെ കാലത്ത് തന്നെയായിരുന്നു. ബൂത്ത് തലം തൊട്ട് കരുണാകരന് ബൂത്ത് തലം തൊട്ട് കോൺഗ്രസ് പ്രവർത്തകരെ അറിയാം, കോൺഗ്രസ് നേതാക്കന്മാരെ അറിയാം. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റവും അധികം നടത്തിയിട്ടുള്ള കെ കരുണാകരൻ തന്നെയായിരുന്നു. അത് തന്നെയാണ് മറുവശത്ത് LDF നടക്കുന്നത്. ആണുങ്ങൾക്ക് ഒരു ആവേശം കൊടുക്കാൻ CPM-ലെ പിണറായി വിജയൻ കഴിഞ്ഞിട്ടേ വരെ ആരും. പിണറായി വിജയൻ തന്നെയാണ് ഈ പാർട്ടിയുടെ സംവിധാനത്തിൽ ഇത്രയും മെച്ചപ്പെട്ട രീതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെ ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അത് പ്രതിപക്ഷമായാലും കോൺഗ്രസ് നേതാക്കന്മാരായാലും CPM-ൽ ആരെങ്കിലും പിണറായിയോട് വിരോധം കാണിക്കുന്നവരുണ്ടെങ്കിലും ഇവരൊന്നും കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യം മാത്രമേ ഉള്ളൂ. കരുണാകരന് ഭരണം വിടേണ്ടി വന്ന അവസ്ഥയിലൊക്കെ ആന്റണിയും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചില്ലേ, ഉമ്മൻചാണ്ടിയൊക്കെ പ്രവർത്തിച്ചില്ലേ? ചാരക്കേസിലൊക്കെ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ടല്ലേ ഇവരെല്ലാം മുന്നേറി വന്നത്. തീർച്ചയായിട്ടും അന്ന് കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് കെ മുരളീധരനെ രംഗത്ത് കൊണ്ടുവരുന്നതിന്റെ കാലശേഷം കോൺഗ്രസിന്റെ ഭരണം എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പുകളുടെ ആധിപത്യമാണ്. ഒന്ന് A ഗ്രൂപ്പ്, I ഗ്രൂപ്പിന്റെ ആധിപത്യത്തിലേക്ക് മുരളീധരൻ വരുന്നു എന്ന് കണ്ടപ്പോഴാണ് കരുണാകരനെതിരെ പട വരുന്നത്. അപ്പോഴാണ് ഫ്രഞ്ച് ചാരക്കേസും പറയും രക്ഷിത വിവാദവും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഘടകകക്ഷികളെയൊക്കെ സ്വാധീനിച്ച് ഒന്നാകുകയും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിനെ പോയി കാണുകയും കരുണാകരനെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പകരം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമെന്നാണ് അന്ന് ഇവരെല്ലാം കരുതിയിരുന്നത്. പക്ഷെ പകരം വന്നത് ഈ A കെ ആന്റണിയുമായിരുന്നു. അപ്പം A കെ ആന്റണിയും വലിയ ആദർശധീരനോ മികച്ച മുഖ്യമന്ത്രിയാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം കപട രാഷ്ട്രീയത്തിന് ഉദാഹരണമല്ല. പക്ഷെ പിണറായി വിജയന്റെയും കെ കരുണാകരനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ആദർശം ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ നല്ലൊരു കാര്യം തോന്നിയാൽ അവർ ആദർശമോ കൂടുതൽ നിയമങ്ങളോ ഒന്നും നോക്കി മുന്നോട്ട് പോകുന്നവരല്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമല്ല, തീരുമാനം നടപ്പാക്കുന്നതിലുള്ള അവരുടെ ആർജവം കൂടിയാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നതും നല്ല ഭരണാധികാരിയാക്കുന്നതും. അത് തന്നെയാണ് സോണിയുടെ പറഞ്ഞു വെക്കുന്നത്. എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാതെ അത് നടപ്പാക്കുക. നമുക്ക് എയർപോർട്ടിന്റെ കാര്യം അറിയാം, ധാരാളം എതിർപ്പുകൾ ഉണ്ടായി, CPM-ൽ തന്നെ എതിർപ്പുകൾ ഉണ്ടായി. പക്ഷെ അതിജീവിച്ച് അത് നടപ്പാക്കുക തന്നെ ചെയ്യുക എന്നുള്ളിടത്താണ് കരുണാകരൻ നിന്നത്. അതേപോലെ തന്നെയാണ് ഒരു വിമർശനങ്ങളെയോ അല്ലെങ്കിൽ അതിനെ ഒന്നും താൻ പറയുന്ന ഭാഗത്ത് ശരിയുണ്ട് എന്ന് കണ്ടാൽ അതുവഴി മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇരുവരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സോണിക്ക് കൂട്ടിച്ചേർക്കാൻ
കൂട്ടിച്ചേർക്കാൻ ഈ മെട്രോ റെയിൽവേ തന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഉമ്മൻചാണ്ടിയുടെ കഴിവുകൊണ്ടാണെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. പിണറായിയുടെ വിജയന്റെ കാലത്താണ് അത് ഉദ്ഘാടനം നടന്നതും. പക്ഷെ ഇത്ര ജനകീയമാക്കിയ ഒരു കാലഘട്ടം പിണറായി സർക്കാരിന്റെ കാലത്താണ്. മെട്രോ റെയിൽവേ എന്ന് പറഞ്ഞ ഇത്ര ജനകീയമാക്കിയതും അതിന് ഇത്രയേറെ തിളക്കമുണ്ടാക്കിയതും ഈ ഒരു ഭരണകാലത്ത് തന്നെ, അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വാട്ടർ മെട്രോ ഒക്കെ പിണറായി വിജയൻ, അതുപോലെ തന്നെ ഡാമുകളിൽ നിന്നുള്ള, അതുപോലെ തന്നെ പിണറായി വിജയന്റെ കാലത്താണ് ഈ മെട്രോ പലരും തുടക്കകാലത്ത് അവകാശപ്പെടുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നാണ്, ഉദ്ഘാടനത്തിന് ശേഷമാണ് ഇതൊക്കെ ആവിഷ്കരിച്ചു വന്നത്. പക്ഷേ ഇത്രയും ജനകീയമാക്കിയത്, മെട്രോ റെയിൽവേ ഇത്ര തിളക്കമാക്കിയത്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ, അത് ഒരു സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ ദൂരത്തിലേക്ക് അത് വളർത്തി എത്രയും വേഗത്തിൽ നടപടിയെടുക്കാനായിട്ട് പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ഡാമിൽ നിന്ന് മറ്റൊരു ഡാമിലേക്ക് ഇപ്പൊ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വാട്ടർ മെട്രോ, വിഴിഞ്ഞം തുറമുഖമൊക്കെ എത്ര എതിർപ്പുണ്ടായിരുന്നു, അതിനൊക്കെ പിണറായി വിജയൻ അതിജീവിച്ചില്ലേ. ഒരു പരിധി വരെ ഞാൻ കാണുന്നു കരുണാകരന്റെ കാര്യശേഷി പോലെയുള്ള ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ഇവര് തമ്മിൽ സമാനതകൾ ഏറെയാണ്. പാർട്ടിക്ക് വേണ്ടി, അതായത് അടിമുടി പാർട്ടി വർക്ക് നടത്തി വളർന്നു വന്നവരാണ് ഈ രണ്ടുപേരും. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ഇത്രയും കാലത്തിൽ വളർത്തിയെടുത്തത് കെ കരുണാകരനാണെന്ന് പറയുന്ന പോലെയാണ് CPM-നെ ഇത്രയും ശക്തമാക്കിയത് പിണറായി വിജയനാണ്. പ്രത്യേകിച്ച് BJP പോലുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് CPM-നെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞ വലിയൊരു ഘടകം തന്നെയാണ്. അത് പിണറായി വിജയനെ സംബന്ധിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാർ കെ കരുണാകരനും പിണറായി വിജയനും എന്ന് പറയുന്നതിനപ്പുറം കരുത്തിനും ശക്തരും ഭരണ മികവുമുള്ള മുഖ്യമന്ത്രിമാരെന്ന് കാലം പിണറായി വിജയനെ കെ കരുണാകരനെ വിലയിരുത്തും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതാണ് ടോണി ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ തരണം. അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ടുന്നതായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.